ഇങ്ങിപ്പോൾ കഴിഞ്ഞ ദിവസം കയ്യിനൊരു ചെറിയ ഓപ്പറേഷൻ കഴിഞ്ഞിട്ടോ. അപ്പോൾ അതിനെ കുറിച്ചിട്ട് നമ്മൾ ചെറിയൊരു ഷോർട്ട് ഇട്ടിരുന്നു. അപ്പോൾ അത് കണ്ടിട്ട് കുറേ പേര് നമ്മളെ വിശേഷങ്ങൾ അന്വേഷിച്ചിട്ടുണ്ട്. അന്വേഷിച്ച എല്ലാവർക്കും താങ്ക്സ്. അന്വേഷിച്ച കൂട്ടത്തിൽ കുറേ പേര് ഇതിന് നമ്മൾ നോർവേയിൽ ഇപ്പോൾ നമ്മളൊരു ഹോസ്പിറ്റൽ കേസ് വന്നാൽ അതിൻ്റെ ചിലവൊക്കെ എങ്ങനെയാണ്, ഇൻഷുറൻസ് ഉണ്ടോ, അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മളോട് പേഴ്സണലായിട്ട് അന്വേഷിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനെ കുറിച്ചിട്ട് ചെറിയൊരു വീഡിയോ ചെയ്യാം. അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കണം. നോർഗ മല്ലൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം എൻ്റെ കയ്യിന് എന്താണെന്നുള്ളത്, കയ്യിനിപ്പോൾ ഇതൊരു ഇന്ന് 6th ഡേ ആയിട്ടോ. അപ്പോൾ കയ്യിൻ്റെ കെട്ടൊക്കെ അയച്ചു. കയ്യിന് കാർപ്പൽ ടണൽ സിൻഡ്രോം എന്ന് പറയും, CTS അതായിരുന്നു. അത് കാരണം 2 കയ്യിനുണ്ട്. ഒന്നിപ്പോൾ ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ റെസ്റ്റിംഗ് ടൈമിലാണ്. ഈ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാക്കു പറഞ്ഞുതരും. നമ്മളിവിടെ നോർവേയിൽ ഈ ഹോസ്പിറ്റൽ സിസ്റ്റം എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ അപേക്ഷിച്ചിട്ട് ഭയങ്കര വ്യത്യാസമാണ്. ഭയങ്കര വ്യത്യാസം എന്ന് വെച്ചാൽ നല്ല എക്സ്പീരിയൻസ് ഉണ്ട്, വളരെ ബാഡ് എക്സ്പീരിയൻസ് ഉള്ള ആളുകളുണ്ടാവും, പിന്നെ വളരെ മിക്സ്ഡാണ് സംഗതി. നമ്മുടെ വ്യത്യാസം എന്ന് വെച്ചാൽ നമ്മളിവിടെ നോർവേയിലോട്ട് ആരെങ്കിലും ആദ്യമായിട്ട് വരുമ്പോൾ, ഇപ്പോൾ വർക്കായിട്ടോ അല്ലെങ്കിൽ ഫാമിലി ആയിട്ടോ ഏതെങ്കിലും രീതിയിൽ നോർവേയിലോട്ട് ആദ്യമായിട്ട് എത്തിയതിന് ശേഷം നമുക്ക് ഇവിടെ റെസിഡൻസ് പെർമിറ്റ് കിട്ടും. അതിൻ്റെ കൂട്ടത്തിലാണ് നമുക്ക് ഇവിടെ പെർമനൻ്റ് ആയിട്ട് ഒരു ഡോക്ടർ ഉണ്ടാവും. പെർമനൻ്റ് അത് നമ്മളിവിടെ ഡോക്ടർമാരെ ഇവിടെ നോസ്കിൽ ലേഖ എന്ന് പറയാം, ഫാസ്റ്റ് ലേഖ എന്ന് പറയും. അതായത് പെർമനൻ്റ് ആയിട്ടുള്ള നമ്മളെ ഡോക്ടർ, അല്ലെങ്കിൽ നമ്മൾ ജി പി എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഒരു ഡോക്ടർ നമുക്ക് അസൈൻ ചെയ്യും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ അത് നമ്മൾ എവിടെയാണോ താമസിക്കുന്നത്, ഏത് കമ്മ്യൂണിലാണ്, ഏത് ഏരിയയിലാണ് താമസിക്കുന്നത്, ആ ഏരിയേൻ്റെ അടുത്തുള്ള, ഇപ്പോൾ നമ്മളവിടെ അടുത്ത് തന്നെ ഞങ്ങൾ കുറേ പിന്നെ ലെഗ് സെൻ്ററുകളുണ്ട്. അതായത് ചെറിയ ചെറിയ ക്ലിനിക്ക് പോലെയാണത്. അങ്ങനത്തെ ക്ലിനിക്കിൽ ഏതെങ്കിലും ഒരു ഡോക്ടറെയാണ് നമുക്ക് അസൈൻ ചെയ്യുക. അതൊക്കെ ഒരു ഡോക്ടർ നമുക്കതിൻ്റെ ഡോക്ടർ ഏതാണ്, ഡോക്ടറുടെ പേരെന്താണ്, ഏതാണ് ലെഗ് സെൻറ്റർ, അതായത് ക്ലിനിക്ക് ഏതാണ്, അതുപോലെ അതിൻ്റെ അഡ്രസ്സ് എന്താണ്, എല്ലാം കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് വന്ന ഉടനെ തന്നെ നമുക്കത് നമ്മളെ ഈ റെസിഡൻസ് പെർമിറ്റൊക്കെ കിട്ടുന്ന കൂട്ടത്തിൽ നമുക്ക് പോസ്റ്റിൽ വരും അതിൻ്റെ ഡീറ്റെയിൽ. അപ്പോൾ ആ ഡോക്ടറായിരിക്കും നമ്മളെ പെർമനൻ്റ് ആയിട്ടുള്ള ഫാസ്റ്റ് ആയിട്ടുള്ള ഡോക്ടർ. നമ്മൾ എന്ത് കാര്യത്തിനും വിളിക്കേണ്ട ഡോക്ടർ ആ ഡോക്ടറായിരിക്കും. ഫാമിലി ഡോക്ടർ, നമ്മളെ ഫാമിലി ഡോക്ടർ അല്ലെങ്കിൽ നമ്മൾ പേഴ്സണൽ ഡോക്ടർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ആ ഡോക്ടറിനെ പറ്റി പറയുകയാണെങ്കിൽ ആ ഡോക്ടർ ശരിക്കും ഒരിക്കലും ഒരു സ്പെഷ്യലിസ്റ്റ് ആയിരിക്കില്ല. അപ്പോൾ ആ ഡോക്ടർമാരെന്ന് വെച്ചാൽ സാധാരണ നമ്മുടെ നാട്ടിലത്തെ പോലെ MBBS സാധാ ഒരു ജനറൽ പ്രാക്ടീഷണർ എന്നുള്ള രീതിയിലുള്ള ഒരു GP ആ രീതിയിലുള്ള ഡോക്ടറായിരിക്കും. ഏതെങ്കിലും നമുക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും, നമുക്കിപ്പോൾ തലവേദന എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ആദ്യം നമ്മൾ കാണിക്കേണ്ടത് ഈ ഡോക്ടറെയാണ്. അപ്പോൾ നമുക്ക് ഉദാഹരണത്തിന് നമുക്ക് നല്ലൊരു പനിയോ കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഡോക്ടറെയാണ് പോയിട്ട് കാണുക. ഇപ്പോൾ ഈ ഡോക്ടർ കണ്ടതിന് ശേഷം, ഈ ഡോക്ടർ പരിശോധിച്ചതിന് ശേഷം ഈ ഡോക്ടർക്ക് തോന്നുകയാണ് ഇത് പിന്നെ സ്പെഷ്യലിസ്റ്റിൻ്റെ അടുത്തേക്ക് പോകേണ്ട കേസാണ് എന്നുണ്ടെങ്കിൽ ആ ഡോക്ടർ സ്പെഷ്യലിസ്റ്റിൻ്റെ അടുത്തേക്ക് റെഫർ ചെയ്യാണ് ചെയ്യുക. അങ്ങനെയാണ് ഇവിടുത്തെ ഒരു പൊതു സിസ്റ്റം. നമുക്ക് നേരിട്ട് സ്പെഷ്യലിസ്റ്റിൻ്റെ അടുത്തേക്ക് പോവാം, പക്ഷെ അത് പിന്നീട് പറയാം. അപ്പോൾ ഞാൻ ഇത്ര വളരെ സിമ്പിളായിട്ട് പറഞ്ഞു. അതായത് നമുക്ക് എന്തെങ്കിലും ഡോക്ടർ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരെ ഡോക്ടറെ അടുത്തേക്ക് പോകാന്നുള്ളത്. ഈ ഡോക്ടർ അപ്പോയിൻമെൻറ്റ് കിട്ടാന്നുള്ളതാണ് ഇവിടെ ഏറ്റവും വലിയൊരു പ്രശ്നം. അതായത് എനിക്കിപ്പോൾ രാവിലെ അല്ലെങ്കിൽ തലേന്ന് രാത്രി ഒരു പ്രശ്നം വന്നു, അല്ലെങ്കിൽ രാവിലെ ഡോക്ടറെ അടുത്തേക്ക് പോകേണ്ട അവസ്ഥ വന്നാൽ നമ്മൾ നേരെ ഡോക്ടറെ അടുത്തേക്ക് നമ്മളോട്ട് ഒന്നില്ലെങ്കിൽ നേരെ പോയിട്ട് അവിടെ വെച്ചിട്ട് നമ്മൾ ടോക്കൺ എടുത്തിട്ട് കയറുന്ന സ്ഥിതി, അല്ലെങ്കിൽ നേരെ പോയി എപ്പോഴാണെങ്കിലും നമുക്ക് ഡോക്ടറെ കാണാം, അല്ലെങ്കിൽ എങ്ങനെയാലും വിളിച്ചാൽ എപ്പോഴും വരാൻ പറയും. പക്ഷെ ഇവിടെ എന്ന് വെച്ചാൽ നമ്മൾ രാവിലെ അതിനൊരു സമയമുണ്ട്. ഇപ്പോൾ ഹോസ്പിറ്റലുകൾ അല്ലെങ്കിൽ ക്ലിനിക്കുകളൊക്കെ തുറക്കുന്ന സമയം. അപ്പോൾ നമ്മളവിടെയൊക്കെ എന്ന് വെച്ചാൽ ഏകദേശം 8 മണിക്ക് തുറക്കും, പക്ഷേ 8:30 ഒരു ഫോൺ സ്റ്റാർട്ട് ചെയ്യുക, ഈ ഫോൺ അറ്റൻഡ് ചെയ്യില്ല. അപ്പോൾ നമ്മൾ 8:30 മുതൽ വിളിച്ച് തുടങ്ങണം. 8:30 മുതൽ വിളിച്ച് തുടങ്ങിയാൽ അവർ ഇപ്പോൾ ഈ കസ്റ്റമർക്ക് കോൾ വിളിക്കണം പോലെ എന്താ വെച്ചാൽ പല ആളുകളും ഇതുപോലെ ഈ ഡോക്ടർമാർക്ക് വിളിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ക്യൂവിലാണെങ്കിൽ നമ്മളെ ടൈം ആകുമ്പോൾ ചിലപ്പോൾ 1/2 മണിക്കൂർ, ചിലപ്പോൾ 1 മണിക്കൂറൊക്കെ നമ്മൾ നിൽക്കേണ്ടി വരും. പിന്നെ വെറുതെ പലരല്ലോ 1/2 മണിക്കൂർ 3/4 മണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്താലേ ചില സമയത്ത് പിന്നെ ഇവരാളുകൾ കോൾ എടുക്കുള്ളൂ. നല്ല ടൈം എടുക്കും. ഈ ടൈം എടുത്തിട്ട് നമ്മളെ പ്രശ്നം പറയണം. അതായത് പ്രശ്നം പറഞ്ഞ് ഇന്നതാണ് പിന്നെ അപ്പോയിൻമെൻറ്റ് വേണമെന്ന് പറയും. അപ്പോൾ അവർ അപ്പോയിൻമെൻറ്റ് ഉണ്ടെങ്കിൽ അവർ അപ്പോയിൻമെൻറ്റ് തരുള്ളൂ. ചില സമയത്ത് അവരുടെ കയ്യിൽ അപ്പോയിൻമെൻറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ അവർ പറയും ഇന്ന് അപ്പോയിൻമെൻറ്റ് ഇല്ല. അപ്പോൾ അങ്ങനെ എടുക്കാത്ത അത്രയും എമർജൻസി ആണ് എന്ന് അവർക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ അവർ അപ്പോയിൻമെൻറ്റ് എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തരാൻ നോക്കും. എല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് ഫീൽ ചെയ്ത് ഇത്ര വലിയ ഇഷ്യൂ അല്ലാന്ന് തോന്നുകയാണെങ്കിൽ അവർ അപ്പോയിൻമെൻറ്റ് തരാൻ ചാൻസ് ഇല്ല, അല്ലെങ്കിൽ അവർ അപ്പോയിൻമെൻറ്റ് ഇല്ല എന്ന് പറയും. അങ്ങനെ എനിക്ക് അപ്പോൾ നാളെ ഇതുപോലെ നാളെ കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ നാളെ ഇതുപോലെ വീണ്ടും ഈ 8:30 വീണ്ടും വിളി തുടങ്ങണം. ഇതാണ് ഇവിടുത്തെ ഒരു ചെറിയൊരു പ്രശ്നം. അതായത് നമ്മുടെ നാട്ടിൽ നല്ല പ്രശ്നമല്ല, നമ്മുടെ നാട്ടിൽ നിന്ന് ഇവിടുത്തെ സിസ്റ്റം എങ്ങനെയാണ്, നമ്മുടെ നാട്ടിൽ നിന്ന് നല്ല വ്യത്യാസമുള്ള, നമ്മളെ നാട്ടിലത്തെ പോലെ വിചാരിച്ചപ്പോൾ പോയി ഡോക്ടറെ കാണിക്കാൻ പറ്റില്ല. നമ്മളെ ജീപ്പിനെ ചില ദിവസം നമ്മൾ വിളിച്ചാൽ അന്ന് ഫുള്ള് വിളിച്ചാൽ ഫോൺ എടുക്കാത്തത് വരെ ഉണ്ടാവും.
അങ്ങനത്തെ സമയത്ത് നമ്മൾ എമർജൻസിയിൽ വിളിക്കുക, അവിടെ പോവുക. പക്ഷേ എമർജൻസിയിലായാലും അവർ വിളിച്ച് അവർക്ക് അത്രയും സീരിയസ് ആയി തോന്നിയാൽ മാത്രമേ വരാൻ പറയുള്ളൂ. അല്ലെങ്കിൽ വല്ല പാരസിറ്റോ ഹിബുക്സോ അല്ലെങ്കിൽ കുറച്ച് വെള്ളം കുടിച്ചിട്ടോ കുറച്ച് എയർ കൊണ്ടിട്ടോ ഒക്കെ റെസ്റ്റ് എടുക്കാൻ പറയും. അതെ, ഇപ്പം നമ്മൾ ജീപ്പിനെ വിളിക്കുന്ന സമയത്ത് അവർ അപ്പോയിൻമെൻറ്റ് ഇല്ല എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ എമർജൻസി ആണ്, എനിക്ക് അപ്പോയിൻമെൻറ്റ് തന്നേ പറ്റൂ എന്ന് പറയുകയാണെങ്കിൽ അപ്പോൾ അവർ പറയും ഞങ്ങളുടെ കയ്യിൽ അപ്പോയിൻമെൻറ്റ് ഇല്ല, ഉണ്ടെങ്കിൽ അവർ തരും, ഇല്ലാന്നുണ്ടെങ്കിൽ അവർ പറയും നിങ്ങൾ എമർജൻസിയിൽ വിളിക്കാൻ പറയും. നമ്മളത്തൊക്കെ എമർജൻസി പിന്നെ അതായത് എമർജൻസി ഹോസ്പിറ്റലുകളുണ്ടാവും. അപ്പം നമ്മൾ അവരെ നമ്പർ അവർക്ക് വിളിക്കുക. അവർക്ക് വിളിച്ചാലും ഇവിടുത്തെ അവസ്ഥ എന്ന് വെച്ചാൽ അവർ ഇതുപോലെ 100 ചോദ്യം ചോദിക്കും, എന്തൊക്കെ നിങ്ങളുടെ പ്രശ്നങ്ങൾ, ശ്വാസം എടുക്കാൻ പറ്റുന്നുണ്ടോ, അതാണോ ഇതാണോ കാര്യങ്ങൾ. അവിടെ എമർജൻസി കേസുകൾ മാത്രമേ അവർ എടുക്കുള്ളൂ. അപ്പോൾ നമ്മളൊരു കാര്യത്തിന് അവർ വിളിച്ചു കഴിഞ്ഞാൽ അവർക്ക് തോന്നുകയാണ് ഇത് എമർജൻസി ആണ് എന്ന് തോന്നിയെങ്കിൽ മാത്രമേ അവർ ഓക്കെ നിങ്ങൾ വന്നോളൂ. അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ സാധാരണ ഒരു കേസിൽ ഒരു പനി അല്ലെങ്കിൽ നമുക്കൊരു നല്ല രീതിയിൽ പനിക്ക് വരികയാണെങ്കിൽ ഇവിടെ ജീപ്പിനെ വിളിച്ചാൽ പോലും അവർ അപ്പോയിൻമെൻറ്റ് തരില്ല. അവർ പറയും വെള്ളം കുടിക്കാൻ പറയും, പാരസിറ്റമോൾ കഴിക്കണമെന്ന് പോലും അതുപോലെ അവർ പറയില്ല. ഒന്നല്ലെങ്കിൽ നമ്മൾ പാരസിറ്റമോൾ നമുക്ക് വേണമെങ്കിൽ കഴിക്കാം, അല്ലെങ്കിൽ നല്ല കാറ്റ് കൊള്ളാൻ പറയും, അല്ലെങ്കിൽ വെള്ളം കുടിക്കാൻ പറയും. ഇത് തമാശ പറയില്ല കേട്ടോ, അതിവിടെ എല്ലാവരും എല്ലാ ഡോക്ടേഴ്സോടും പറയുന്നതാണ്. അതായത് നോർമൽ സാധാരണ നമുക്ക് സാധാരണ വരുന്ന പനിയൊന്നും ഇവിടെ ഒരു അസുഖമായിട്ട് കൂട്ടില്ല. പ്രത്യേകിച്ച് കുട്ടികൾക്കൊന്നും ഒരിക്കലും ഇവിടെ ആൻറ്റിബയോട്ടിക് ഇപ്പോൾ ഞങ്ങൾക്ക് 2 കുട്ടികളുണ്ട്. ഈ 2 കുട്ടികളൊക്കെ വളരെ റെയറായിട്ട് നമ്മൾ അവർക്ക് ഇവിടെ ആൻറ്റിബയോട്ടിക് കൊടുത്തിട്ടുള്ളൂ. കാരണം ആൻറ്റിബയോട്ടിക് ഇവിടെ ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്താൽ മാത്രമേ നമുക്ക് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് കിട്ടുള്ളൂ. അത് ഡോക്ടേഴ്സ് അത്രയും ക്രിറ്റിക്കലാണ്, ആൻറ്റിബയോട്ടിക് വേണം അവർക്ക് തോന്നിയാൽ മാത്രമേ ഇവിടെ കുട്ടികൾക്ക് ആൻറ്റിബയോട്ടിക് കൊടുക്കുള്ളൂ. അപ്പോൾ ഏതൊരു പനി സാധാരണ ഇപ്പോൾ നമ്മൾ ഈ ബാണാഗിൽ കിൻഡർ ഗാർഡനിലൊക്കെ പോകുന്ന കുട്ടികൾക്ക്, സ്കൂളിലൊക്കെ പോകുന്ന കുട്ടികൾക്ക്, കിൻഡർ ഗാർഡനിൽ പോകുന്ന കുട്ടികൾക്ക് പനി ജലദോഷമൊക്കെ എന്നുള്ളത് കോമൺ ആയിട്ട് എപ്പോഴും വരുന്നതാണ്, പ്രത്യേകിച്ച് വിൻ്ററിൽ. ചുരുക്കി പറഞ്ഞാൽ പനി, ജലദോഷം, മൂക്കൊലിപ്പ് ഇങ്ങനത്തെ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇവിടെ ഒരു അസുഖമല്ല, അതിനിവിടെ മരുന്നില്ല, അത്രേ ഉള്ളൂ. അത് അവർ വന്ന് പോകണമെന്നാ പറയാം. അതെ, അതായത് ആൻറ്റിബയോട്ടിക് ഒരിക്കലും തരൂലെന്നല്ല. പിന്നെ നമുക്ക് ആൻറ്റിബയോട്ടിക് അല്ലാത്ത ഫാർമസിയിൽ പിന്നെ ഈസി ആയിട്ട് റിസപ്റ്റ് ഇല്ലാതെ അല്ലെങ്കിൽ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ കിട്ടുന്ന സാധനങ്ങൾ നമുക്ക് എത്ര വേണമെങ്കിലും വാങ്ങാം. അത് നമുക്ക് കൊടുത്തോണ്ടിരിക്കുക. ഡോക്ടർമാർ അതേ പറഞ്ഞാൽ അത് കൊടുത്തോണ്ടിരിക്കുക. അതുപോലെ നല്ല വെള്ളം കുടിക്കുക, കാറ്റ് കൊള്ളിക്കുക, ഇതൊക്കെ തന്നെയാണ് ഇവിടെയുള്ള പൊതുവിലായിട്ടുള്ളത്. ഇനിയിപ്പോൾ നമ്മളൊരു കേസിന് ഡോക്ടറെ അടുത്തേക്ക് പോവുകയാണെന്ന് പോയിട്ട് ഇപ്പോൾ ഇവിടെ ഈ കേസിന് ഇപ്പോൾ ഞങ്ങളിതിന് ഏകദേശം ഈ വർഷം ജനുവരി മുതലൊക്കെ കാണിക്കൽ തുടങ്ങിയതാണ്. ജനുവരി മുതൽ കാണിച്ചു തുടങ്ങിയപ്പോൾ ഫസ്റ്റ് അവർ ചെക്ക് ചെയ്തിട്ട് പിന്നെ നമ്മളിവിടുത്തെ മെയിൻ ഹോസ്പിറ്റൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട സ്പെഷ്യലിസ്റ്റിൻ്റെ അടുത്തേക്ക് റെഫർ ചെയ്തു. അപ്പോൾ നമുക്ക് എങ്ങനെ ഈ സ്പെഷ്യലിസ്റ്റിൻ്റെ അപ്പോയിൻമെൻറ്റ് കിട്ടുകയെന്ന് വെച്ചാൽ അത് ചിലപ്പോൾ 2, 3, 4 മാസം കഴിഞ്ഞിട്ടൊക്കെയാണ് സ്പെഷ്യലിസ്റ്റിൻ്റെ അപ്പോയിൻമെൻറ്റ് കിട്ടുക. അപ്പോൾ സ്പെഷ്യലിസ്റ്റിൻ്റെ അപ്പോയിൻമെൻറ്റ് നമ്മൾ അതുവരെ വെയിറ്റ് ചെയ്യും. അപ്പോൾ ഒരു ഓപ്ഷൻ എന്നുള്ളത് നമ്മൾ അതിന് വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ്, അതായത് ആ അപ്പോയിൻമെൻറ്റിന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ സ്പെഷ്യലിസ്റ്റിൻ്റെ അപ്പോയിൻമെൻറ്റ് അവർ നമുക്കത് ബൈ പോസ്റ്റോ അല്ലെങ്കിൽ ബൈ ഇമെയിലോ ഒക്കെ ആയിട്ട് വരിക ചെയ്യുക. അപ്പോൾ ഇന്ന ദിവസം ഇന്ന സമയത്തുണ്ടത്. അപ്പോൾ നമ്മൾ അവരെ പോയി കണ്ട് പിന്നെ അവരെന്താണ് ചെയ്യുന്നത് അതിനനുസരിച്ച് നമ്മൾ പിന്നെ ഓപ്പറേഷൻ ആണോ എന്താണോ എന്നുള്ളത്. അപ്പോൾ ഈ കേസ് തന്നെ പിന്നെ ഇപ്പോൾ ഇവളെ കേസ് തന്നെ ഞങ്ങൾക്ക് ആക്ച്വലി ശരിക്കും അപ്പോയിൻമെൻറ്റ് കിട്ടിയത് ഓഗസ്റ്റിലായിരുന്നു. അതായത് ഫസ്റ്റ് നമ്മളൊരു സ്പെഷ്യലിസ്റ്റിനെ കണ്ടിട്ട് അവർ ഓപ്പറേഷനൊന്നും വേണ്ട, ബാൻഡേജും ബ്ലൗസും ഒക്കെ ഇട്ട് ട്രൈ ചെയ്യാൻ പറഞ്ഞു. പിന്നെ വീണ്ടും നമുക്ക് പെയിൻ വളരെ കൂടി വന്നപ്പോൾ നമ്മൾ വീണ്ടും പോയി കണ്ടു. അപ്പോഴാണ് അവർ വീണ്ടും ഓപ്പറേഷൻ റെഫർ ചെയ്ത് നമുക്ക് ഓപ്പറേഷൻ അപ്പോയിൻമെൻറ്റ് കിട്ടിയത് ഓഗസ്റ്റിലാണ്. പിന്നെ നമ്മൾ അപ്പോൾ ഏകദേശം കഴിഞ്ഞ ഒരു 1.5 മാസം മുമ്പാണ് അത് ഓപ്പറേഷന് അപ്പോയിൻമെൻറ്റ് കിട്ടിയത് ഓഗസ്റ്റിലുള്ളത്. അപ്പോൾ നമ്മളത് വീണ്ടും കുറച്ച് വെച്ചാൽ വീണ്ടും വർക്കിന് ജോബിനൊക്കെ ചെറിയ രീതിയിൽ പോയി തുടങ്ങിയപ്പോൾ വീണ്ടും അത് പെയിന് കൂടിയപ്പോൾ നമ്മൾ വീണ്ടും ജീപ്പിനെ പോയി കണ്ടു. അതായത് നമുക്ക് പെട്ടെന്നുള്ള അപ്പോയിൻമെൻറ്റ് വേണം, അത് പറ്റുന്നില്ല, വർക്ക് ചെയ്യാനൊന്നും പറ്റുന്നില്ല, സിക്ക് ലീവ് വേണമെന്നൊക്കെ പറഞ്ഞപ്പോൾ അപ്പോൾ അവർ പെട്ടെന്ന് അത് എല്ലാവരും ചിലപ്പോൾ ചെയ്തോളണമെന്നില്ല. ചില ഡോക്ടർമാർ നല്ല ഡോക്ടർമാരായതുകൊണ്ട് ചെയ്തതാണ്. അവർ വേറെ ഹോസ്പിറ്റലിലൊക്കെ അന്വേഷിച്ചപ്പോൾ ഇവിടെ അടുത്തല്ല, കുറച്ച് ദൂരമുള്ളൊരു ഹോസ്പിറ്റലിൽ പിന്നെ അവിടെ ഒരു ദിവസത്തെ സമയം ഉണ്ടായിരുന്നു അവർക്ക് ഇത് ചെയ്യാനുള്ള. അങ്ങനെയാണ് നമുക്കിത് പെട്ടെന്നായിട്ട് എമർജൻസി ആയിട്ട് അപ്പോയിൻമെൻറ്റ് കിട്ടിയിട്ട് നമ്മൾ ചെയ്തത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് കിട്ടുന്ന ജീപ്പിനനുസരിച്ചിട്ട് ഇരിക്കും കേട്ടോ. അതായത് ഇപ്പോൾ ഞങ്ങൾക്കുള്ളത് കുറച്ച് മനുഷ്യത്തുള്ള ആളായതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് സീരിയസ് ആണെന്ന് കണ്ടാൽ അവർ എല്ലാ ഹോസ്പിറ്റലിലും വിളിച്ച് അന്വേഷിച്ച് എവിടെയാണോ വേക്കൻസി അടുത്തതുള്ളത് ഓഗസ്റ്റിന് മുന്നേ കിട്ടണമെന്നുള്ളതൊക്കെ അങ്ങനെ അന്വേഷിച്ചിട്ട് നമുക്ക് കിട്ടിയത് കേട്ടോ. അതുപോലെ തന്നെ നമ്മളെ ജീപ്പിക്ക് നമുക്ക് കുറച്ച്, അതൊരു പാകിസ്ഥാനിയാണ്, അവർക്ക് നമുക്ക് കുറച്ച് എന്തെങ്കിലും വയ്യായിക ഉണ്ട് തോന്നിയാൽ മരുന്നൊക്കെ എഴുതി തരും. ഇവിടുത്തെ ചില ജീപ്പിമാർ തീരെ മരുന്ന് എഴുതാതെ അവർ അപ്പോയിൻമെൻറ്റ് കിട്ടാൻ നല്ല ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ട്. അത് നമ്മളെ ജീപ്പിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇനിയിപ്പോൾ നമുക്ക് GP മുഖേന അപ്പോയിൻമെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഉള്ള ഹോസ്പിറ്റൽ ചെലവുകളെ കുറിച്ചിട്ട് പറഞ്ഞുതരാം. സത്യം പറഞ്ഞാൽ ഇവിടെ ആ കാര്യത്തിൽ അതായത്
നമ്മൾ പറഞ്ഞല്ലോ അപ്പോയിൻമെൻറ്റ് കിട്ടാൻ വേണ്ടിയാണ് ഇവിടെ പാട്. അപ്പോയിൻമെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ GP മുഖേന നമുക്ക് വല്ല ഇപ്പോൾ ഇതുപോലെ ഈ ഓപ്പറേഷനോ അങ്ങനെ എന്തെങ്കിലും കാര്യത്തിന് നമുക്ക് ഇവിടുത്തെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ട വല്ല കേസും വന്നു കഴിഞ്ഞാൽ ആ ഹോസ്പിറ്റലിൽ നമ്മൾ എൻട്രി ആയിട്ട് നമ്മൾ തിരിച്ച് വരുവാനുള്ള എല്ലാ ചിലവുകളും ഫുള്ള് ഫ്രീ ആണ്. അതായത് ഒരു ക്യാഷ് അവിടുന്ന് വാങ്ങേണ്ട ആവശ്യം എന്ന് വെച്ചാൽ അവിടെ ഫുഡ്, താമസം, അതുപോലെ അവിടുന്ന് കൊടുക്കേണ്ട കഴിക്കേണ്ട മരുന്നുകൾ, ഇതെല്ലാം നമുക്ക് ഫുള്ള് ഫ്രീ ആണ്. എന്ത് ഓപ്പറേഷൻ ആണെങ്കിലും, എത്ര വലിയ ഓപ്പറേഷൻ ആണെങ്കിലും ഒരു ക്രോണ് പോലും നമ്മളിവിടെ കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി അത് ഇവിടുത്തെ ഒരു ഇതാണ്. കാരണം ആദ്യം പറയാനുള്ളത് അപ്പോയിൻമെൻറ്റ് കിട്ടാനാണ് പാട്, കിട്ടിക്കഴിഞ്ഞാൽ മൊത്തം ഫ്രീ ആണ്. അതുപോലെ ഇത് ഇപ്പോൾ ഒരു ഓപ്പറേഷൻ ആണെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള നമ്മൾ അതിന് ശേഷം പോയിട്ട് ഒന്നും കൂടെ ചെക്കപ്പ് ഒക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ നമുക്ക് ഫ്രീ ആയിരിക്കും. ഇനിയിപ്പോൾ നമുക്ക് പിന്നെ പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതായത് നമുക്കിപ്പോൾ എന്തെങ്കിലും ആവശ്യത്തിന് നമുക്ക് പെട്ടെന്ന് ഒരു സ്പെഷ്യലിസ്റ്റിനെ പ്രൈവറ്റായിട്ട് കാണിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ പിന്നെ ഹോസ്പിറ്റൽ ചെറിയ രീതിയിലുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ കുറേ ഉണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രൈവറ്റായിട്ട് അവരെ അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഗൈനക്കോളജിസ്റ്റ് അല്ലെങ്കിൽ ഇത് പിന്നെ എല്ലിൻ്റെ ആളുകൾ, അങ്ങനെ ENT സ്പെഷ്യലിസ്റ്റുകൾ, ഇവരൊക്കെ പോയി പ്രൈവറ്റായിട്ട് നമുക്ക് കാണാം. പക്ഷെ അത് ഭയങ്കര എക്സ്പെൻസീവാണ്. എന്ന് പറഞ്ഞാൽ സൂപ്പർ എക്സ്പെൻസീവാണ്, ഭയങ്കര ക്യാഷ് ആകും. അപ്പോൾ എല്ലാവരും അത് വളരെ ഇവിടുത്തെ ആളുകൾ പൊതുവേ അത്രയും ക്രിറ്റിക്കൽ വേറൊരു ഓപ്ഷനും ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രമേ ഇവിടുത്തെ ആളുകൾ പൊതുവേ അത് പിന്നെ ചൂസ് ചെയ്യുള്ളൂ. അല്ലാത്ത രീതിയിൽ അത് വളരെ ചൂസ് ചെയ്യുന്നത് വളരെ കുറവാണ്. നമ്മൾ പിന്നെ ഒന്നുള്ളത് ഇൻഷുറൻസ് ആണ്. അപ്പോൾ നമ്മൾ GP മുഖേന നമുക്കൊരു സ്പെഷ്യലിസ്റ്റ് പോകണമെന്നുണ്ടെങ്കിൽ GP മുഖേന അല്ലാതെ നമ്മളെ ഇൻഷുറൻസ് വഴി നമുക്ക് പോകും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ എൻ്റെ കമ്പനിയിലൊക്കെ പിന്നെ ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ എനിക്ക് കമ്പനീൻ്റെ വക ഒരു ചെറിയൊരു ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ സാലറിയിൽ നിന്ന് ചെറിയൊരു എമൗണ്ട് അവർ മാസം അതിന് കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു മെച്ചം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും കാര്യത്തിൽ ഇപ്പോൾ ഇതൊരു ടെസ്റ്റിനോ ഒരു ENTക്കോ അല്ലെങ്കിൽ ഒരു പിന്നെ MRI സ്കാനിനോ എന്തെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ GP മുഖേനയാണെങ്കിൽ ഏകദേശം 2-3 മാസം കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഒരു MRI സ്കാനിന് അപ്പോയിൻമെൻറ്റ് കിട്ടിയെന്ന് വരുള്ളൂ. അങ്ങനെയെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സമയത്ത് നമ്മൾ ഇൻഷുറൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മളെന്താ ചെയ്യാറെന്ന് വെച്ചാൽ ഈ GPയുടെ കയ്യിൽ നിന്ന് നമ്മളൊരു പിന്നെ റെഫറൽ വാങ്ങും. അതായത് ഹാൻഡ് വിസിറ്റിംഗ് എന്ന് പറയും. അതായത് റിപ്പോർട്ട് വാങ്ങും, നമുക്ക് ഇങ്ങനെ ചെയ്യണം എന്നുള്ള റിപ്പോർട്ട്. ആ റിപ്പോർട്ട് വെച്ചിട്ട് നമ്മളെ ഇൻഷുറൻസിനെ കോൺടാക്ട് ചെയ്യും. ഇൻഷുറൻസ് ഇങ്ങനെ ഇന്ന കേസാണെന്ന് പറയുമ്പോൾ ഇൻഷുറൻസിൽ നമ്മളെ തിരിച്ച് കോൺടാക്ട് ചെയ്തിട്ട് പല ഹോസ്പിറ്റലുകൾ പിന്നെ പല ക്ലിനിക്ക് അല്ലെങ്കിൽ ഇത് ചെയ്യുന്ന സ്ഥലങ്ങൾ പറഞ്ഞു തരും. അതിൽ നമുക്ക് ഏതെങ്കിലും ചൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ അവരെ നമ്മൾ ഇങ്ങോട്ട് കോൺടാക്ട് ചെയ്യും. ചിലപ്പോൾ അങ്ങനെയാണെങ്കിൽ അങ്ങനെ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന്, അതായത് ഈ 1 മാസം 2 മാസം ഒന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. മാക്സിമം 2-3 അല്ലെങ്കിൽ ഒരാഴ്ചക്കുള്ളിൽ നമുക്ക് പെട്ടെന്ന് അപ്പോയിൻമെൻറ്റ് കിട്ടും. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു മെച്ചം എന്ന് വെച്ചാൽ ഇൻഷുറൻസ് കോൺടാക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഓൾറെഡി ഇൻഷുറൻസിന് പേ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ അവിടെ കൊടുക്കേണ്ട ഫീസ് ഇപ്പോൾ ഈ GP മുഖേന നമ്മളൊരു ടെസ്റ്റിങ്ങിനോ അല്ലെങ്കിൽ MRI സ്കാൻ എന്തിനൊക്കെ പോവുകയാണെങ്കിൽ ഏകദേശം നമ്മളൊരു 100-300 ക്രോൺ അല്ലെങ്കിൽ 400-500 ക്രോണിൻ്റെ താഴെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ചിലവ് വരും. അപ്പോൾ അങ്ങനത്തെ കേസിൽ ഇൻഷുറൻസ് വഴിയാണ് നമ്മൾ പോകേണ്ടതെന്നുണ്ടെങ്കിൽ ചില കേസിൽ ഇപ്പോൾ MRI സ്കാനിൻ്റെ ഞാൻ ചെയ്തിട്ടുണ്ട്, അത് ഞാനൊരു 0 ആയിരുന്നു, അതെനിക്ക് ഫുള്ള് ഫ്രീ ആയിരുന്നു ഇൻഷുറൻസ് ഉള്ള കാരണം. പക്ഷേ എന്നാൽ കുറച്ച് വലിയ പിന്നെ ഫിസിയോതെറാപ്പി രീതിയിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഇൻഷുറൻസ് വഴി പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഇൻഷുറൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ നല്ല അത്യാവശ്യം ഒരു കൺസൾട്ടേഷൻ 1000 ക്രോണ്, അതായത് 1000-ൻ്റെ മുകളിൽ 1500 ക്രോൺ വരെയൊക്കെ വരും. അത് ഇൻഷുറൻസ് വഴി പോവുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ആകെ 100 ക്രോണൊക്കെ കൊടുക്കേണ്ട ആവശ്യം. അതായത് ഇൻഷുറൻസ് ഇല്ലെങ്കിൽ നമുക്ക് നല്ല എക്സ്പെൻസീവ് ആണ്, ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ വളരെ കുറവേ ഉണ്ടാവുള്ളൂ. പക്ഷേ ഇൻഷുറൻസ് അങ്ങനെ എല്ലാ കമ്പനിയിലും ഇല്ലല്ലോ. മാക്സിമം അത്യാവശ്യം നല്ല കമ്പനികളൊക്കെ പൊതുവേ ഇങ്ങനെ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറഞ്ഞിട്ട് ചില കൊടുക്കാറുണ്ട്. ഇപ്പം നമ്മളെ കയ്യിൽ നിന്ന് തന്നെയാണ് അവരെ ശമ്പളത്തിൽ നിന്ന് തന്നെ പിന്നെ അതിൻ്റെ ഒരു ഭാഗം അവർ കട്ട് ചെയ്യുന്നത്. ഡോക്ടറിൻ്റെ അടുത്തേക്ക് പോവുകയാണെങ്കിലും ഏത് ഇതിന് പോവുകയാണെങ്കിലും അവിടെയൊക്കെ നമ്മൾ ശരിക്കും ചെറിയൊരു ക്യാഷ് കൊടുക്കണം. ഡോക്ടറിൻ്റെ അടുത്തേക്ക് ക്ലിനിക്കിലോട്ട് നമ്മൾ എന്തെങ്കിലും ഇതിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ അത് ഫ്രീ അല്ല. പക്ഷേ നമ്മൾ ഇവിടുത്തെ കണക്കിൽ ശരിക്കും അത് ഫുൾ പേയ്മെൻ്റ് അല്ല നമ്മൾ കൊടുക്കുന്നത്. നമ്മൾ ഡോക്ടർമാർക്കുള്ള ഒരു വിഹിതം മാത്രമാണ് കൊടുക്കുന്നത്. ഈ ഡോക്ടറിന് ശരിക്ക് ഒരു വട്ടം ഡോക്ടറെ വിസിറ്റ് ചെയ്താൽ ശരിക്കും ഒരു 200-250 ക്രോണിൻ്റെ അടുത്താണ് കൊടുക്കുന്നത്. പിന്നെ വല്ല ബ്ലഡ് ടെസ്റ്റോ കാര്യങ്ങളെന്ന് ചെയ്യുമ്പോൾ അതിനൊരു എക്സ്ട്രാ 50 ക്രോൺ ആ രീതിയിൽ. പക്ഷെ അത് ഇപ്പം നമ്മൾ അഡൽട്ടിന് ഫീൻ്റെ കാര്യങ്ങൾ പറഞ്ഞല്ലോ. ഇനി കുട്ടികളുടെ കേസാണെങ്കിൽ ജനിച്ച ന്യൂ ബോൺ ബേബി മുതൽ 18 വയസ്സ് വരെ ഇവിടെ കുട്ടികൾക്ക് എല്ലാം ഫ്രീ ആണ് കേട്ടോ. പക്ഷേ ജനിച്ച കുട്ടികൾ മുതൽ 16 വയസ്സ് വരെ പല്ലിന് മാത്രം ഫ്രീ ഉള്ളൂ. അതായത് 1 വയസ്സ് മുതൽ 16 വയസ്സ് വരെ പല്ലിന് ഫ്രീ ഉള്ളൂ. ബാക്കി എല്ലാ കുട്ടികൾക്കും 18 വയസ്സ് വരെ ബാക്കി എല്ലാ ഹോസ്പിറ്റലായാലും അപ്പോയിൻമെൻ്റ് ആയാലും ഒക്കെ ഫ്രീ ആണ്. ഈ 16-നും 18-നും ഇടയിൽ കുട്ടികൾക്ക് പല്ലിന് എന്തെങ്കിലുമൊക്കെ പ്രശ്നം വരികയാണെങ്കിൽ അത് ഫുള്ള് ഫ്രീ അല്ല, പക്ഷേ കുറേ ഫ്രീ ആണ്. അതിൽ എന്തൊരു പെർസെൻറ്റേജ് മാത്രം നമ്മൾ കൊടുത്താൽ മതി, ബാക്കി ഫുള്ള് ഫ്രീ ആണ്. 16 വയസ്സ് വരെ ഇൻക്ലൂഡിങ് പല്ല് മൊത്തം ഫ്രീ ആണ്. 16-നും 18-നും ഇടയിൽ ഒരു പെർസെൻറ്റേജ് നമ്മൾ പിന്നെ പാരൻസ് പേ ചെയ്യേണ്ടി വരും. അങ്ങനെയാണ് ഇവിടുത്തെ ചെറിയ പെർസെൻറ്റേജ് മാത്രം പേ ചെയ്താൽ മതി. 18 ഇപ്പം ഇന്നലെ എൻ്റെ വീഡിയോ കണ്ടിട്ട് കുറച്ച് ആൾക്കാർ ചോദിച്ചു അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ വർക്കിന് പോകാൻ പറ്റുമോ, ലീവാണോ അങ്ങനെയൊക്കെ ചോദിച്ചിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കിവിടെ ഇങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾ കിട്ടിയാൽ ഡോക്ടർ തന്നെ, ഇനിയിപ്പോൾ ഓപ്പറേഷൻ കാര്യങ്ങളല്ലാതെ തന്നെ
വേറെ എന്തെങ്കിലും ഇൻഫെക്ഷനോ എന്തെങ്കിലുമൊക്കെ ആയാൽ തന്നെ മുറിവ് അല്ലെങ്കിൽ കഫ് ഭയങ്കര ഇൻഫെക്ഷൻ ആയിട്ട് വെയ്യ, അങ്ങനെ തീരെ വെയ്യാത്ത സിറ്റുവേഷൻ വന്നാൽ ഡോക്ടർ തന്നെ നമുക്ക് സിക്ക് ലീവ് തരും. സിക്ക് ലീവിനെ കുറിച്ച് പറയും. ഈ സിക്ക് ലീവ് നമ്മൾ ഡോക്ടർമാർ നമുക്ക് സിക്ക് ലീവ് തരികയാണെങ്കിൽ പിന്നെ നമ്മൾ എത്ര കാലത്തേക്ക് നമുക്ക് സിക്ക് ലീവ് തന്നിട്ട് അത്രയും കാലത്തേക്ക് നമുക്ക് പിന്നെ വീട്ടിലിരിക്കാം. പിന്നെ ആ കാലത്ത് അത്രയും സമയത്ത് നമുക്ക് എങ്ങനെയാലും നമുക്ക് പേയ്മെൻറ്റ് കിട്ടും, പിന്നെ നമ്മൾ ജോലിക്ക് പോയില്ലെങ്കിലും. അതിൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ ഏകദേശം 10-16 ഇപ്പോൾ ഒരു മാസത്തിനടുത്ത് അല്ലെങ്കിൽ കൂടുതൽ കാലം സിക്ക് ആണെന്നുണ്ടെങ്കിൽ ഏകദേശം 16 ദിവസത്തോളം കമ്പനിയാണ് നമ്മൾ എംപ്ലോയറാണ് തരേണ്ടത്. ഈ 16 ദിവസം കഴിഞ്ഞിട്ടും നമ്മൾ സിക്ക് ആണെന്നുണ്ടെങ്കിൽ ഡോക്ടർമാരുടെ റിപ്പോർട്ട് അനുസരിച്ച് അത് അവർ നമുക്ക് ഇവിടുത്തെ ഇവിടുന്ന് ഗവൺമെൻറ്റിൻ്റെ അതിനാണ് ഇത് കിട്ടുക. ഇനിയിപ്പോൾ നമ്മളെ സിക്ക് ചിലപ്പോൾ 1 മാസമോ 2 മാസം 3 മാസം അല്ലെങ്കിൽ 1 വർഷത്തേക്കൊക്കെ നമ്മൾ സിക്ക് മെൽഡിങ് ആണെങ്കിൽ അത്രയും കാലത്തേക്ക് ഇവിടെ ഗവൺമെൻറ് തന്നുകൊണ്ടേയിരിക്കും. അതാണ് ഇവിടുത്തെ ഒരു റൂള്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ നോർവേയിലെ ഹോസ്പിറ്റൽ റിലേറ്റഡ് ആയിട്ടുള്ള ഹോസ്പിറ്റൽ ചിലവ് കാര്യങ്ങൾ, നമുക്ക് എങ്ങനെ അപ്പോയിൻമെൻറ്റ് കിട്ടുക, ഇതൊക്കെ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് ചെറിയൊരു ഇൻഫർമേഷൻ ആവുമെന്ന് വിചാരിക്കുന്നു. ഇനി ഇത് എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി, നമ്മളിതിന് ആൻസർ തരാം. ഇത് നമ്മളിവിടെ പറയാൻ തന്നെ കാരണം ഒന്നാമത് നമ്മളോട് നല്ല കുറേ പേര് പേഴ്സണലായിട്ട് ചോദിച്ചു. കൂടാതെ ഇത് ഇവിടെ നമ്മുടെ നാട്ടിൽ നിന്ന് ശരിക്കും എന്താ പറയുക എൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളോടും കൂടെ ഷെയർ ചെയ്യാമെന്ന് വെച്ചു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ഒക്കെ ചെയ്യുക. ഇനി എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി, നമ്മൾ റിപ്ലൈ തരാം. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും ഓക്കെ, ബൈ, താങ്ക് യു.